ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് പഴുത്ത പപ്പായ കിട്ടി കേട്ടോ. അത് കൈ കിട്ടിയപ്പോൾ എനിക്ക് തിന്നുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നിയത് ഇത് ഫേസിൽ ഒരു മാസ്കായിട്ട് അപ്ലൈ ചെയ്താലോ എന്നാണ്. അപ്പോൾ നല്ല പഴുത്ത ഓമയ്ക്ക കേട്ടോ. ഇച്ചിരി നല്ല പഴുത്താണെങ്കിൽ നമുക്കത് ഫേസ് മാസ്കായിട്ട് ഇടാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് പീസ് നല്ലതായിട്ട് പഴുത്ത ഭാഗം നോക്കി കുറച്ച് ഞാൻ പീസാക്കി എടുത്തു. അപ്പോൾ ഈ പപ്പായ ഫേസ് മാസ്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു ക്ലെൻസിങ്. കുറച്ച് പപ്പായയുടെ പീസ് എടുത്തിട്ട് കൈവച്ച് തന്നെ ഒന്ന് ഉടച്ച് നല്ല മുഖത്തിടാൻ പറ്റുന്ന പാകത്തിലാക്കി എടുക്കുക. എന്നിട്ട് അതൊന്ന് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. ഫസ്റ്റ് നമുക്കൊന്ന് ഫേസ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ. നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. നമ്മൾ ഈ ഒരു ക്ലെൻസിങ് ചെയ്തതിന് ശേഷം തന്നെ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ് കാണാൻ പറ്റും. നല്ല ഒരു ഡിഫറൻസ് ഫേസിൽ വരും. പെട്ടെന്ന് വെളുത്ത് ചുവന്നു എന്നല്ല, ഫേസിനൊരു ഷൈനിങ്ങും ഒരു ചെറിയ ബ്രൈറ്റ്നസ്സൊക്കെ ഫേസിന് കിട്ടുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പപ്പായ എടുക്കാം. നമ്മുടെ ഫേസിലോട്ട് ഇടാൻ ആവശ്യമായിട്ടുള്ള പപ്പായ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് ഉടയ്ക്കുക. ഉടച്ചതിന് ശേഷം അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ റൈസ് പൗഡറാണ് ഞാൻ ഇടുന്നത്. എൻ്റെ ഫേസിൽ ഇടാനുള്ളതാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ ഫേസിലിടാനുള്ള അളവിന് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അത് ഒരു തിക്ക് പേസ്റ്റ് രൂപത്തിലിരിക്കാൻ പറ്റുന്ന എത്ര റൈസ് പൗഡർ വേണോ അത്ര എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലോട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് ഇരിക്കത്തില്ല. ഫേസിൽ മുഖത്ത് പെട്ടെന്ന് ഒട്ടിയിരിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഫേസ് ഫുള്ള് എങ്ങനെയെങ്കിലും ഒക്കെ അത് ഫേസിലൊന്ന് മാസ്ക് രൂപത്തിൽ ഇട്ട് എടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ഇതിരിക്കാൻ ഇച്ചിരി പാടാണെങ്കിലും നമ്മൾ പതുക്കെ ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഫേസിലിരുന്നോളൂ. ഈ ഒരു ഫേസ് പാക്ക് ഇട്ടപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് ഫേസിനൊരു ഗ്ലോ കിട്ടുന്നതായിരിക്കും. സൺടാൻ നല്ല രീതിയിൽ റിമൂവ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. പിന്നെ നിങ്ങളുടെ ഫേസിൽ ആക്റ്റീവ് പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ പെട്ടെന്ന് അതൊക്കെ ഒന്ന് ചുങ്ങിപ്പോകാനൊക്കെ അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പം ഇത് സൺടാൻ ഫേസിലുള്ളവർക്കും നല്ലതാണ്. പിന്നെ കല്യാണമൊക്കെ അടുത്തിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കിത് എനിക്ക് തോന്നുന്നു ഇത് ഡെയിലി ചെയ്താലും നമ്മുടെ ഫേസിന് ഒരു പ്രശ്നമില്ലാത്ത സാധനമാണ്. അപ്പോൾ എൻ്റെ ഫുൾ ഫേസിൽ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് എത്ര സമയം എടുത്താണ് ഉണങ്ങുന്നത് അത്രയും സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 20 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഫേസ് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഒത്തിരി ഡ്രൈ എന്നല്ല, ഇതൊരു പൾപ്പ് ആയതുകൊണ്ട് ഓവർ ഡ്രൈ ആയി പോകത്തില്ല. അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം ഡ്രൈ ഒരു ഫീലിംഗ്, മുഖം വലിയുന്ന പോലെയൊക്കെ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് റിമൂവ് ചെയ്ത് നോക്കി. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. എൻ്റെ ഫേസിൽ അത്യാവശ്യം സൺടാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിൽ എപ്പോഴും സൺടാൻ ഉണ്ടാവാറുണ്ട്. ഞാൻ വീടിൻ്റെ വെളിയിലോട്ട് പുറത്തോട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മാത്രമാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു ദുശീലം എനിക്കുള്ളത് കൊണ്ടാണ് എപ്പോഴും എൻ്റെ ഫേസിൽ സൺടാൻ ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് കിട്ടിയതിന് ശേഷം എൻ്റെ ഫേസിലെ സൺടാൻ നന്നേ പോയി ഒരു അടിപൊളി ഗ്ലോ ഫേസിന് കിട്ടുന്നതായിരിക്കും. ഇത് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത് പിറ്റേ ദിവസമാണ്. അപ്പോഴും നമ്മുടെ ഫേസിന് ഒരു തിളക്കം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ പപ്പായ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് എൻ്റെ ഫേസിൽ ഒരു 2-3 ആക്റ്റീവ് പിമ്പിൾസ് ഉണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ ഈ ഫേസ് മാസ്ക് ഇട്ടതിന് ശേഷം അതൊക്കെ നന്നായിട്ട് ഒന്ന് റെഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ പിമ്പിൾസ് ഉള്ളവർക്കും ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം. ഇതുകൊണ്ട് നമ്മുടെ ഫേസിന് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഫേസ് മാസ്ക് ഇട്ടതിന് ശേഷം എപ്പോഴും നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് ഫേസ് ഒന്ന് സെറ്റാക്കി വെക്കുക. അല്ലെങ്കിൽ ഫേസ് എക്സ്ട്രീം ഡ്രൈ ആയി പോകും. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ ഫേസ് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ്. എനിക്ക് ഒന്നും പറയാനില്ല, അത്രയ്ക്ക് അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ ആ ഫേസിൽ ഒരു ഷൈനിങ് കണ്ടോ? ആ ഷൈനിങ് മതി നമുക്ക് ഈ ഫേസ് പാക്ക് ഇനി ഇടാനുള്ള ഒരു ടെംപ്റ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഫേസ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കിത് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.